അല്ലേ? എല്ലാവർക്കും നമസ്കാരം. വിപിൻ പറഞ്ഞ പോലെ ഒരിക്കലുമില്ല. അപ്പൊ ചേട്ടൻ പറയുന്നത് പീഡിപ്പിച്ച കഥയൊന്നും പറയരുതെന്ന് പറയുന്നത് ഒരിക്കലും പറയില്ല. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ്, ഞാനും വിപിനും കൂടെ എന്താ പറയാ ഒരു തിയേറ്ററിൽ ഗംഭീര വിജയം നേടി എന്താ പറയാ ജനങ്ങൾ ഏറ്റെടുത്തു. അതിൽ ഭയങ്കര സന്തോഷം. അന്ന് തന്നെ എൻ്റെ സുഹൃത്ത് വിപിൻ ഡയറക്റ്റ് ചെയ്യുന്ന പൊങ്കാല എന്ന സിനിമയുടെ ആരംഭം കുറിക്കുകയായി. ഒരുപാട് സന്തോഷമാണ്. കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശ്രീറാം ഭാസിയുടെ കൂടെ അഭിനയിക്കണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് ഡില്ലായിട്ട് തന്നെ അത് സാധിച്ചു. അത് ഇല്ല, കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. ഈ സിനിമ ഒരു വലിയ വിജയമായി വാർത്തെ. അതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും, വിനോദ് പ്രഭു എല്ലാവർക്കും, ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പം ഇതിനിടയിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ബാഡ് ബോയ്സിനെ കുറിച്ച് പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിപിൻ ചേട്ടൻ. നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ച് ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുന്ന ഒരു ചിത്രമാണ്. എന്തായാലും അടിപൊളിയാവട്ടെ. നല്ല റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും പോയി കാണുന്നത് ഇല്ലേട്ടാ എന്നോട് പറയാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ, സോ അടുത്തത് കിച്ചു ടെന്നീസ്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം കിച്ചു ചേട്ടാ. നമസ്കാരം. എന്തായാലും ഈ ടൈറ്റിൽ കൊള്ളാട്ടോ. നല്ല ലോഞ്ചിങ്. പൊങ്കാല അടിച്ച് പൊങ്കാലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെ താങ്ക് യു ഈ പടത്തിലേക്ക് വിളിച്ചതിൽ. ഈ പറഞ്ഞ പോലെ ശ്രീനാഥ് ബാസിയുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നതിൽ എന്താല്ലേ ബാസിന്റെ പൊങ്കാലയാണ് മച്ചാന. എന്തായാലും കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും സക്സസ് ആവട്ടെ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഒരു അടിപൊളിയാണ്. അടി ഇടി ആ വാക്കുകളിലൂടെയാണ് കിച്ചു ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ എങ്ങനെയായിരിക്കും കഥാപാത്രം എന്നറിയാൻ. ഒപ്പം സുധീരേട്ടനൊക്കെ ബാസിന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. വെറുതെ അല്ലേ? അപ്പോൾ എന്തായാലും അതിനുവേണ്ടി നിങ്ങളൊക്കെ സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ബഷീർ, അദ്ദേഹത്തിലേക്ക് ഞാൻ